അസ്സലാമലൈക്കും, ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ സ്ഥിരം ചായയിൽ തന്നെയാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല സ്ട്രോങ് ആയിട്ട് ചായയൊക്കെ വെക്കാൻ നോക്കുമ്പോഴാണ് എന്താ പറയുക, ഞാൻ സ്റ്റൗ ഓണാക്കാത്തത് മറന്നുപോയത് കേട്ടോ. ഞാൻ പാലും പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഒരുമിച്ച് ഇട്ടിട്ടാണ് ചായ വെച്ചിട്ടുള്ളത്. ഇതുവരെ പിരിഞ്ഞു പോയിട്ടില്ല കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു അരിപ്പ പ്ലാസ്റ്റിക് അല്ല, സ്റ്റീലാണ്. അതിൻ്റെ ആ റെഡ് മാത്രമേ ഉള്ളൂ കേട്ടോ പ്ലാസ്റ്റിക്, ബാക്കിയെല്ലാം സ്റ്റീലാണ്. അപ്പം ഞാൻ ഇന്നലെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ അരിപ്പ ഭയങ്കര വിവാദമായിട്ട് വരുന്നുണ്ട് കേട്ടോ. കുറേ കമൻസ് ഉണ്ട്. അരിപ്പ എന്തിനാ അങ്ങനെ ആക്കുന്നത്, എന്തിനാ ചായ ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇതാക്കി എടുക്കുന്നത്. നമ്മുടെ ഇവിടെ ഡസ്റ്റ് അല്ല, ഒരു മണി പോലത്തെ ഒരു ടീ പൗഡറാണ് കേട്ടോ. അതിൽ ഒത്തിരി ചായ നിൽക്കും, ഏകദേശം ഒരു 1/4 കപ്പോളം ചായ നിൽക്കും കേട്ടോ. അപ്പോൾ ചുമ്മാ അതങ്ങ് വേസ്റ്റാക്കി കളയുന്നത് മോശമല്ലേ, അത്രയും ചായ ഉണ്ടാവും. അപ്പോൾ അത് 2 പ്രാവശ്യം നമ്മൾ സ്പൂൺ കൊണ്ട് ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ കിട്ടും. നമ്മുടെ സാധാരണ ഡസ്റ്റ് ഉണ്ടല്ലോ, ഈ AVT 3 റോസസ് അങ്ങനത്തെയൊക്കെ പോലത്തെ ചായപ്പൊടിയാണെങ്കിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ അമർത്താൻ പാടില്ല, കാരണം അതിൻ്റെ പൊടി അങ്ങനെ ചായയിലോട്ട് വീഴും കേട്ടോ. ഇതങ്ങനെയല്ല, അതുകൊണ്ടാണ് നമ്മൾ അമർത്തുന്നത്. മനസ്സിലായോ? പിന്നെ ഞാൻ ഇന്ന് കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഇതാണ് കേട്ടോ ആക്കി കൊടുക്കുന്നത്. നമ്മുടെ ദോശമാവിലോട്ട് നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വലിയുള്ളി, മല്ലിയില, കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടിയൊക്കെ ആക്കിയിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് നമുക്കൊരു ചട്നി ഉണ്ടാക്കിയിട്ടെടുക്കണം, നല്ല വഴറ്റിയെടുത്ത ചട്നി കേട്ടോ. അപ്പോൾ ഞാൻ അപ്പുറത്ത് ദോശ ചൂടാനുള്ള കല്ലും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ട് ഞാൻ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 വലിയുള്ളി 2 വെളുത്തുള്ളിയും കൂടെ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ആ എണ്ണയിലോട്ട്. അപ്പുറത്ത് നമ്മൾ ദോശ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ, ഉത്തപ്പം അല്ലെങ്കിൽ ഒനിയൻ ദോശ എന്നൊക്കെ പറയാം ഇതിന്. അങ്ങനെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മുടെ വലിയുള്ളി ഒന്ന് ആയി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ആ ഒരു ടൈമിൽ നമുക്ക് ദോശ ആക്കിക്കൊണ്ടേയിരിക്കാം. പിന്നെ കുറച്ചധികം മല്ലിയിലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പുതിന ഇല ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ 2 തക്കാളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു മുറി തേങ്ങ ഫുള്ളായിട്ട് ചിരവിയതും ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഇനി 3-4 വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കണം കേട്ടോ. പിന്നെ ഇതിലോട്ട് ചെറിയ പീസ് പുളിയും കൂടി ഇട്ട് കൊടുക്കാം, വളരെ ചെറിയൊരു പീസ് കേട്ടോ. നമ്മളിവിടെ ദോശ ചുട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ ദോശ ചൂടുമ്പോൾ ഇച്ചിരി മൊരിയണം കേട്ടോ, എന്നാലേ ആ ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വഴണ്ട് വന്ന ഫീല് കിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ ചട്നിയൊക്കെ റെഡിയായപ്പോൾ ഞാൻ ഒന്ന് ചൂടാറിയ ശേഷം അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ ചമ്മന്തി ചട്നി എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഒരു ദോശ മതി പറഞ്ഞിട്ട് അങ്ങനെ ആക്കി. പിന്നെ എനിക്ക് മടിയായിട്ട് ഞാൻ 2 ദോശനെ വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അവൻ തന്നെ എല്ലാം കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. പിന്നെ കണ്ണ് തട്ടി വീഴ്ത്താൻ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്ക് കണ്ണിലും മൂക്കിലൊന്നും വിശ്വാസമല്ല, പണ്ടേ വിശ്വാസമല്ല കേട്ടോ അതിലൊന്നും. എനിക്കറിയില്ല. പിന്നെ നമ്മൾ ചുമ്മാ അങ്ങനെ ചോദിക്കും, കുട്ടിക്ക് കണ്ണ് തട്ടിയതാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടില്ല. ഡെയിലി വ്ളോഗ് ഇടാം കേട്ടോ. ചെറിയ വ്ളോഗായിരിക്കും, എന്നാലും ഡെയിലി വ്ളോഗ് ഇടാം. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. നമ്മൾ മെൻ്റലി ഡൗൺ ആകുന്നത് ഒന്നുമില്ലേ, നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും അസുഖം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയോ. അപ്പോൾ ഉപ്പാക്ക് വയ്യാണ്ടായപ്പം അതിൻ്റെ ഒരു വിഷമം നല്ലപോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, വീട്ടിലെത്തിയിട്ടുണ്ട് ആൾ, ഡിസ്ചാർജൊക്കെ ആയിട്ടോ. അങ്ങനെ കുട്ടികൾ കഴിച്ചു കഴിഞ്ഞ് 2 പേർക്കും ഫുഡൊന്നും വേണ്ട. എൻ്റെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ്. എനിക്ക് എന്താണ് അങ്ങനെ അവസ്ഥ ആയത് എന്നുള്ളത് ഞാൻ ബ്ലോഗിൽ പറയാം കേട്ടോ. എനിക്ക് ഫുഡ് കഴിക്കാനേ തോന്നുന്നില്ല, എന്താണെന്നറിയില്ല എന്നല്ല, എന്താണെന്നുള്ളത് ഞാനിപ്പോൾ പറയാം. ഓക്കെ, അങ്ങനെ
കുട്ടികൾ റെഡി ആയിട്ട് ഇതാ അവർ പോകുന്നുണ്ട്. അയൻകുട്ടി ഇന്ന് ഇൻട്രസ്റ്റ് ഇല്ലാണ്ടാണ് കേട്ടോ പോകുന്നത്. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, നിൻ്റെ ടീച്ചറോടൊന്ന് ഞാൻ വിളിച്ച് ചോദിക്കട്ടെ എന്താണ് നിൻ്റെ പ്രശ്നം എന്നുള്ളതൊന്ന് എനിക്ക് അറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞയച്ചതാണ് കേട്ടോ. കുട്ടികളിങ്ങനെ പോവില്ല പറഞ്ഞിട്ട് നമ്മൾ മുന്തി തള്ളി പറഞ്ഞയക്കുമ്പോൾ മനസ്സിന് ഭയങ്കര ഇടങ്ങാറാണ്. പക്ഷേ നിവൃത്തിയില്ല, അല്ലെങ്കിൽ അതങ്ങ് ശീലിച്ചു പോകില്ലേ അവർ. അങ്ങനെ ഇക്കാൻ്റെ കഴിക്കലൊക്കെ കഴിഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞതാ ഇക്കയും പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. പിന്നെ ഉണ്ടല്ലോ, നമ്മുടെ കൈയൊന്നും പൊള്ളിയിട്ടില്ല. ഉമ്മാൻ്റെ കൈ അഴിച്ചു, നിങ്ങൾ കണ്ടല്ലോ അല്ലേ. ഈ ഒരു സാധനം കെട്ടാനാണ് കേട്ടോ ഇനി പറഞ്ഞേക്കുന്നത്. ഇത് 1 മാസം കെട്ടണം. കൈ ഇങ്ങനെ പണ്ടത്തെ പോലെ ഒന്നും അനക്കാനൊന്നും പറ്റൂല. പക്ഷേ ആ ഒരു പ്ലാസ്റ്റർ ഇട്ടതൊക്കെ അങ്ങ് അഴിച്ചു കിട്ടി. അതുകൊണ്ട് തന്നെ കൈയിൻ്റെ ഭാരം കുറഞ്ഞ ഫീല് ഭയങ്കരമായിട്ടുണ്ടാവും അല്ലേ. അത്രയും ഭാരം കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും അതെല്ലാം സെറ്റായിട്ടോ. പിന്നെ ഞാൻ അവർക്ക് കഴിക്കാനൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഞാനും അങ്ങ് കഴിച്ചു. ഇന്നലെയൊക്കെ ശരിക്കും പറഞ്ഞാൽ 1 മീല് അത്രയും ഞാൻ കഴിച്ചുള്ളൂ. രാവിലെ മാത്രം കഴിച്ചു. അതെന്താന്ന് പറ്റിയതെന്ന് വെച്ചാൽ നമ്മൾ ബാക്കിലോട്ട് പോയപ്പം ഫുള്ള് നായ്ക്കൾ വൃത്തിയേടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതെല്ലാം ക്ലീനാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിക്കാൻ തോന്നുമോ? ഇല്ലല്ലോ. എനിക്ക് അങ്ങനെയാണ്. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ രാവിലെ എണീച്ച് വന്നപ്പം ഇവിടെ നായ്ക്കുട്ടികളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രാവശ്യം കഴുകി തന്നു കേട്ടോ. പിന്നെ എനിക്ക് സ്മെല്ലുള്ള പോലെ ഫീൽ ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ഈ ലൈസോളും ഇതൊക്കെ ഒഴിച്ചിട്ട് വീണ്ടും കഴുകിയെടുത്തു കേട്ടോ. ചൂലൊക്കെ ഇട്ട് നല്ലപോലെ ചവിട്ടിയും എല്ലാ ഭാഗവും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു. പക്ഷേ ഈവനിങ് ഈ സ്റ്റെപ്പിൽ വീണ്ടും കയറി വന്നു കേട്ടോ നായി. പിന്നെ നമ്മൾ സോപ്പിൻ്റെ വെള്ളമൊക്കെ എടുത്ത് ലൈസോളൊക്കെ എടുത്ത് വീണ്ടും അവിടെ കഴുകി വിട്ടു. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പക്ഷെ നമ്മൾ നമ്മുടെ നാട്ടിലെ ഒരാളെ വിളിച്ചിട്ട് എന്ത് ചെയ്തു, നായിനെ ഫുൾ അവിടുന്ന് കിടത്തി, കുഞ്ഞുങ്ങളെ ഫുൾ അവിടുന്ന് കിടത്തി. പാവം തോന്നി, പക്ഷെ നിവൃത്തിയില്ല കേട്ടോ. അങ്ങനെ നായ്ക്കളിനെയൊക്കെ ഫുൾ അവിടുന്ന് കിടത്തി. പക്ഷെ ഒരു നായ്ക്കുട്ടി അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അതിനെ കിട്ടിയില്ല നമുക്ക്. 5 എണ്ണത്തിനെ കിട്ടി. ദൂരെ ഇങ്ങനെ കുറച്ച് ദൂരമായിട്ട് കാട്ടിൻ്റെ ഒരു ഭാഗത്താണ് കേട്ടോ കൊണ്ടുപോയി ഇട്ടത്. ഭയങ്കര വിഷമമൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഞാനും ഈ ഒരു സംഭവം ഒട്ടും ചേർന്ന് പോവില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായപ്പം നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കണമുണ്ട്. അപ്പം അത് മനസ്സിലായപ്പോൾ നിവൃത്തിയില്ലാണ്ടായപ്പോൾ നമ്മളത് ആളിനെ വിളിച്ചിട്ട് കളഞ്ഞു കേട്ടോ. കളഞ്ഞു മീൻസ് അവിടെ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട്. ഇനി അവിടെ കുറേ വീട്ടുകാരൊക്കെ വളർത്തുന്ന വീട്ടുകാരുണ്ട് ഇത്ര നായ്ക്കളിനെ, അവരെ എടുത്ത് വളർത്തുമായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമ്മൾ അവിടെ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ട് എല്ലാറ്റിനും. അങ്ങനെ പുറമേ ഒക്കെ ഒന്ന് അടിച്ചു വാരി എടുത്തു, ഉള്ളിലും അടിച്ചു വാരി എടുക്കുകയാണ്. ചായ മറിഞ്ഞ് നമുക്ക് കൈയൊന്നും പൊള്ളിയിട്ടില്ല കേട്ടോ. ഞാനത് ഇന്നലത്തെ വ്ളോഗിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ചെറിയൊരു നീറ്റൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ പൊള്ളലൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഇന്നലത്തെ വ്ളോഗിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേഗം ഹാളും നമ്മുടെ എല്ലാ ഭാഗവും ഒന്ന് അടിച്ചു വാരി എടുത്തു. പിന്നെ ഈ ഒരു പൈപ്പ് ഇപ്പോൾ ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്, കാരണം എപ്പോഴും എനിക്ക് ആവശ്യം വരുന്നുണ്ട്. അപ്പം ഞാനത് നിർത്തി തന്നെ വെച്ചു കേട്ടോ. പിന്നെ നമ്മുടെ കുഞ്ഞു ചൂലെടുത്തിട്ട് വന്നു. എനിക്ക് ഏറ്റവും കംഫർട്ട് ഈ ചൂലിൽ അടിച്ചു വരുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ചൂലിനെ എടുത്ത് ഒന്ന് വേഗം പുറകു വശമൊക്കെ ഒന്ന് വേഗം അടിച്ചു വാരി എടുത്തു. അധികം കാറ്റൊന്നുമില്ല കേട്ടോ ഒന്ന്. അപ്പോൾ വേഗം ഒന്ന് അടിച്ചു വാരി എടുത്തു. പിന്നെ തുണികളൊക്കെ തോരിയിടാനുണ്ടായിരുന്നു. അപ്പോൾ തുണികളൊക്കെ തോരിയിട്ടു. ഇന്ന് ഞാൻ ഡ്രസ്സൊന്നും മാറ്റിയില്ല, അങ്ങനെ നെയ്റ്റിയിൽ തന്നെ വീഡിയോ എടുത്തു കേട്ടോ. ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലല്ലോ വീഡിയോ എടുക്കാൻ. അപ്പോൾ പിന്നെ എന്തൊക്കെയോ കോലത്തിലായിരുന്നു. പിന്നെ തലയിൽ ഷോളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ തലഭാഗം ഒന്നും കാണിക്കാത്തത് കേട്ടോ. അല്ലേ കംപ്ലീറ്റ് ഷോളൊക്കെ ഇട്ടിട്ട് നമ്മൾ സെറ്റാക്കിയിട്ടല്ലേ വീഡിയോൻ്റെ മുന്നിൽ നിൽക്കാറുള്ളത്. പക്ഷെ ഇന്ന് എനിക്ക് ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ചെറുപയർ വെള്ളത്തിലിട്ടു. പിന്നെ അരി എടുത്ത് കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്കിതിലോട്ട്. അപ്പോൾ ചോറായി വരുന്ന സമയത്ത് ഞാൻ വേഗം പോയി ഉള്ളിലൊക്കെ ഒന്ന് തുടച്ചു എടുത്തു. ചെറുപയർ വെള്ളത്തിലാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, പോയി കുളി കഴിഞ്ഞ് വന്ന ശേഷമാണ് ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ ആക്കിയത്. ഇന്നൊരു തട്ടിക്കൂട്ട് ലഞ്ചാണ് കേട്ടോ. അപ്പോൾ പിന്നെ വലിയ ഒരു മെനക്കേടൊന്നും ഇല്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന ശേഷമാണ് കേട്ടോ ഞാൻ ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നത്. അപ്പോൾ ആദ്യം തന്നെ അതിലോട്ട് വേണ്ടിയിട്ടുള്ള വലിയുള്ളിയും പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം. ചെറുപയർ ഉപ്പിട്ടിട്ടൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ 2 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇത്
മൺചട്ടിയിൽ വെച്ചാൽ തന്നെ സുഖമായിട്ട് വെന്ത് കിട്ടും കേട്ടോ ചെറുപയർ. പക്ഷെ ഇന്ന് ഞാൻ കുറച്ചധികം സമയം കുറവായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ചധികം വേവിക്കേണ്ടി വന്നു. പിന്നെ ഇതാ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് നന്നാക്കിയിട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ മോരിനെ ഇന്ന് കാച്ചിയെടുക്കുകയാണ് കേട്ടോ ചെയ്യണം. തേങ്ങയൊന്നും ഇല്ലാണ്ട് നല്ല ഈസി ആയിട്ട് തന്നെ ഒരു മോര് കറി ഉണ്ടാക്കാൻ പറ്റൂല. നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പക്ഷെ ഇതിൽ ഞാൻ ഒരു സാധനം ആഡ് ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എന്തായാലും ഇതിൽ പറയാം കേട്ടോ. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി നന്നാക്കി, പച്ചമുളകും നന്നാക്കി, ഇതിലോട്ട് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് കംപ്ലീറ്റ് എടുത്തു കേട്ടോ. അപ്പോൾ മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. കടുകും ഉലുവയും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ കടുക് മാത്രമേ ചേർത്ത് കൊടുത്തത്. അപ്പുറത്ത് പപ്പടം വറുക്കാനുള്ള ഓയിലും ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ 3 ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 അല്ല 4. കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ തൈര്. ഫ്ലെയിം ഓഫ് ആക്കിയിട്ടാണ് ഞാൻ ഇവിടെ അത് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം ഉണ്ടെങ്കിൽ നമ്മുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കഴിഞ്ഞാൽ സംഗതി സെറ്റ്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് മോര് കറി ഉണ്ടാക്കാൻ പറ്റും, തേങ്ങ അരപ്പിൻ്റെ ഒന്നും ആവശ്യമില്ലാണ്ട്. അപ്പോൾ വലിയ പപ്പടമായപ്പോൾ എനിക്ക് തോന്നി ഇന്ന് പപ്പടം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി പൊരിച്ചെടുത്താലോ എന്ന്. കാരണം ഞാൻ കുറേ വീഡിയോസിൽ അങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം അത്രയേ ഉള്ളൂ. പക്ഷേ ടേസ്റ്റൊക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ. അങ്ങനെ പൊരിച്ചാലും ഇങ്ങനെ പൊരിച്ചാലും. അങ്ങനെ ഇതാ നമ്മൾ പപ്പടമൊക്കെ പൊരിച്ചപ്പോൾ ഓരോ പപ്പടവും വല്ല പാനിപ്പൂരി പോലെ പൊള്ളി വന്നിട്ടുണ്ട് കേട്ടോ. അത് കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെന്താണ് ഇന്നത്തെ ലഞ്ച് അപ്പം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കിയാലോ. നാക്ക് ഇങ്ങനെ ഉളുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതാ നല്ല ചോറ്, അതിലോട്ട് നല്ല എരിവുള്ള മോര് കറി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ മുട്ട പൊരിച്ചത് കേട്ടോ. മുട്ട പിന്നെ ചമ്മന്തിപ്പൊടി ഉണ്ട്, മുട്ട പൊരിച്ചതും. പിന്നെന്താണ് നമ്മൾ പപ്പടം വറുത്തത്, ഇച്ചിരി ചെറുപയർ. ഇനിയിപ്പോൾ ഇതിലോട്ട് നമുക്ക് നല്ല അച്ചാറൊക്കെ കൂട്ടി കഴിക്കാൻ സൂപ്പറായിരിക്കും അല്ലേ. കൊതിയാവുണ്ടോ? എനിക്ക് വീണ്ടും ഒന്ന് കഴിച്ചാൽ കൊള്ളാം എന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ ഏകദേശമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് മക്കളെ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ 2 റെസിപ്പി വീഡിയോസും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ബ്രെഡ് എടുത്തിട്ടുണ്ട് ഞാനിവിടെ കേട്ടോ. അപ്പോൾ 2 റെസിപ്പി എന്ന് പറയാൻ പറ്റില്ല, ഒന്നേ ഉള്ളൂ കേട്ടോ റെസിപ്പി. ബ്രെഡിലോട്ട് ഇതാ റോബസ്റ്റ പഴം ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ മുള്ളു സ്പൂണില്ലേ അത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. പുറത്തോട്ടൊന്നും പോവില്ല, ധൈര്യമായിട്ട് ആക്കിക്കോട്ടോ. ഞാൻ ആദ്യം ഇത് പുറത്തോട്ട് പോകുമെന്ന് വിചാരിച്ചു, പക്ഷെ സുഖമായിട്ട് ആക്കാൻ പറ്റി. പിന്നെ നെക്സ്റ്റ് സ്ലൈസ് വെച്ച് കൊടുക്കുക. അതിലും നമ്മളിതുപോലെ റോബസ്റ്റ് പഴം വെച്ച് കൊടുക്കുക. വീണ്ടും നമ്മൾ മുള്ളു സ്പൂൺ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ആക്കി എടുത്തു കഴിഞ്ഞാൽ അടുത്ത ലെയർ സെറ്റായി. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു സ്ലൈസും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ ബ്രെഡിൻ്റെ. അപ്പോൾ ഒരു സ്ലൈസ് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഒരു കപ്പിൽ ഏകദേശം ഒരു 1/4 കപ്പ് പാലും ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതും കൂടെ മാറ്റി വെക്കണം. പിന്നെ ഒരു പാൻ വെച്ച് കൊടുക്കുക, ബട്ടർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബ്രെഡ് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. കുറച്ചുകൂടി ബട്ടർ ആക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കിക്കോളൂ. ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ പാലിൻ്റെ പകുതി എടുത്തിട്ട് ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു സോസാണ് കേട്ടോ. അതിൻ്റെ പകുതി എടുത്തിട്ട് ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതാ എല്ലായിടത്തും നമ്മൾ ആ ഒരു ബ്രെഡ് കൊണ്ട് ഇങ്ങനെ ആക്കിയെടുത്തു കഴിഞ്ഞാൽ ബ്രെഡ് കംപ്ലീറ്റ് ആ ഒരു സോസ് വലിച്ചെടുക്കും കേട്ടോ. പിന്നെ അടുത്ത ഭാഗത്തും ഇതുപോലെ തന്നെ ആക്കി കൊടുക്കുക. ബാക്കിയുള്ളത് കംപ്ലീറ്റ് ഒഴിക്കുക. കണ്ടൻസ്ഡ് മിൽക്കോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇങ്ങനെ ആക്കിയിട്ടെടുക്കുക. അപ്പം ഞാൻ പിള്ളേർക്കാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. ഞാനൊക്കെ കഴിച്ചു കഴിഞ്ഞാലേ പോയ തടി അങ്ങ് തിരിച്ചു വരും. തടിക്കണം എന്ന് ആഗ്രഹമുള്ളവർ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിച്ചോട്ടോ. അപ്പം നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്ത് പിള്ളേർക്ക് കഴിക്കാൻ കൊടുത്തു. ഞാൻ ടേസ്റ്റ് നോക്കിയത് ഇതിൻ്റെയും പകുതി. ഓക്കെ, അത്രേ നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ടുള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു സംഭവം എന്ന് പറയുമല്ലോ. നമുക്ക് സ്നാക്കും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. തടിക്കണം എന്നുള്ളവർ ഡെഫിനറ്റ്ലി കഴിച്ചോളൂ, ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഇപ്പം ഞാൻ ചെയ്യുന്നത്. ഈ 2 ഷോർട്ട് വീഡിയോസ് ആയിരുന്നു ഞാൻ ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ ഇതിലൊന്ന് കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച അടക്കാപ്പഴം, അമ്രൂത്, പേരക്ക, കൊയ്യാക്ക ഇതൊക്കെ പറയാം അല്ലേ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിലോട്ട് മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങ് കഴിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ വീഡിയോസൊക്കെ സപ്പോർട്ട്